കിട്ടാത്ത മുന്തിരി പുളിക്കുന്ന പണ്ടാരണ്ട് പറഞ്ഞിട്ടില്ലേ, അതുപോലെ ദാ ഞങ്ങൾ കൊതിപ്പിച്ച് നിൽക്കുന്ന കൊന്നമരമാണ് ഈ കാണുന്നത്. അങ്ങ് ദൂരെ ദൂരെ കൊന്നപ്പൂക്കൾ കാണാം, പക്ഷേ ഒരു രക്ഷയില്ല പറിക്കാനായിട്ട്. അതിൻ്റെ കൂടെ ഇലക്ട്രിക് വയറും എല്ലാം പോകുന്ന സ്ഥലത്താണ്. ഒരു വിധത്തിൽ താഴെ നിന്ന് ഞങ്ങൾക്കൊരു ചെറിയ കഷ്ണം കിട്ടി, അതുകൊണ്ടും ഞങ്ങൾ സന്തോഷമായി. അപ്പോൾ എല്ലാ കൂട്ടുകാരും വരൂ, നമുക്ക് നമ്മുടെ വിഷുവിൻ്റെ തലേദിവസത്തെ ഒരുക്കങ്ങളും വിഷുവിൻ്റെ അന്നത്തെ കണി കാണലും ക്ഷേത്ര ദർശനവും എല്ലാം കണ്ട് സദ്യ ഉള്ളതൊക്കെ കണ്ടിട്ട് ഈ ചെറിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാ നോക്കൂ, ഞങ്ങളുടെ പച്ചക്കറികളൊക്കെ കുറച്ചൊക്കെ എത്തി തുടങ്ങി. വെള്ളരിയുണ്ട്, മാങ്ങയുണ്ട്, പിന്നെ ഗണപതി അവിടെ ഉണ്ട്. അപ്പോൾ ഇതാ ഞങ്ങളെല്ലാവരും കൂടെ കൂടി തലേ ദിവസം വിഷു കണി ഒരുക്കുകയാണ് ചെയ്യണത്. മിവാൻ കുട്ടി നമ്മുടെ വളരെ ഉത്സാഹത്തോടുകൂടി എല്ലാത്തിലും ഞങ്ങളെ സഹായിക്കുന്നുണ്ട്. എന്തൊക്കെ വെച്ചിരിക്കണമെന്ന് നോക്കാം. എന്താ വലിയൊരു മത്തങ്ങ വെച്ചിട്ടുണ്ട്, എന്താ പറയുക ചക്ക വെച്ചിട്ടുണ്ട്, മാമ്പഴമുണ്ട്, പഴമുണ്ട്, മാങ്ങയുണ്ട്, കുറേ പൂവെല്ലാം ഇവിടെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിതാ ഇത് മിവാൻ്റെ ഡെക്കറേഷനാണ് കേട്ടോ. ആ പ്ലേറ്റ് അവിടെ നിന്ന് എടുത്ത് മാറ്റും. ഏത് പ്ലേറ്റ്? ഇത് അവിടെ ഇരിക്കണം. പിള്ളേർ കൂടെ നിന്നൊക്കെ ചെയ്യുമ്പോഴല്ലേ ഇതൊക്കെ പഠിക്കുകയുള്ളൂ. പിന്നെ ഇതാ നോക്കൂ, നവധാന്യം വെച്ചിട്ടുണ്ട്, വാൽക്കണ്ണാടി വെച്ചു, കോഴിത്തുണ്ടി വെച്ചിട്ടുണ്ട്, വിളക്കെല്ലാം തേച്ച് നല്ല മിനുക്കി അതിനകത്ത് 5 തിരിയിട്ട് കത്തിക്കാനായിട്ട് എല്ലാം റെഡിയാക്കി. ഇതെല്ലാം തലേദിവസത്തെ ഒരുക്കങ്ങളാണ് കേട്ടോ. സ്വർണം വെച്ചിട്ടുണ്ട്, പൈസ വെച്ചിട്ടുണ്ട്. ഇതാ നമ്മുടെ നന്ദിനി പശു ഉണ്ട് അവിടെ. ഉണ്ണിക്കണ്ണൻ ഇതാ ഇങ്ങനെ വെണ്ണക്കെട്ടുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞതാ ഞങ്ങൾ എല്ലാം ഒരുക്കി വെച്ച് കിടന്ന് ഞങ്ങൾ വിഷു കണി കത്തിക്കുകയാണ്. മോളാണ് കത്തിക്കണത്. അത് കഴിഞ്ഞ് ഓരോരുത്തരെ ആദ്യം ശ്രീയേട്ടൻ വന്നു, ഞാൻ വന്നു, പിന്നെ വിമേഷ് വന്നു, അങ്ങനെ എല്ലാവരും. അത് കഴിഞ്ഞ് ഞങ്ങളുടെ വീട്ടിലെ ഉണ്ണിക്കണ്ണൻ കൊച്ചു മീവാനെ കൊണ്ടുവന്ന് എല്ലാവരും കൂടെ കൂടി ഞങ്ങളിതാ കണി കാണുകയാണ്. കണ്ട എല്ലാ വിളക്കുകളും കത്തിച്ചിട്ടുണ്ട്, നല്ല സുവർണപ്രഭയിൽ. ഇതൊരു വലിയ ഐശ്വര്യമാണ് കേട്ടോ. വിഷു ദിനത്തിൽ നമ്മളിങ്ങനെ എല്ലാവരും ചേർന്ന് ഇതൊക്കെ കാണുക, ഇത് ഒരുക്കി വയ്ക്കുക, അതൊരു എല്ലാം വലിയൊരു കാര്യമാണ്. കാരണം എല്ലാവരും കുട്ടികളെ പഠിപ്പിക്കാനും എല്ലാത്തിനും നമുക്ക് ഈ ഒരു അവസരം, നമ്മുടെ ആഘോഷങ്ങളൊക്കെ ഇതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഒരു ഫാമിലിയുടെ ഗെറ്റ് ടുഗദറിനും കുട്ടികളെ കാണാനായിട്ടും കുട്ടികളെ പഠിപ്പിക്കാനായിട്ടും ഒക്കെ ഉള്ളതാണ് ഫാമിലി. കണ്ട മിവാൻകുട്ടി ചിണുങ്ങി രാവിലെ എണീപ്പിച്ചതിന് പണങ്ങിയിട്ട് വന്ന് നിന്ന് തൊഴുവണം. അവൻ തൊഴുവണുണ്ട്. തൊഴുത് കഴിഞ്ഞ് അവൻ പോയി. ഇനി അത് കഴിഞ്ഞ് നമ്മളെല്ലാവരും പോയിട്ട് കുളിക്കാൻ പോവുകയാണ്. ഓക്കെ, ഇത് മിവുനെ മിസ്സൂരെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ് എന്തൊക്കെ വെച്ചിട്ടുണ്ട് ഏതൊക്കെ വെച്ചിട്ടുണ്ട്. ഇതുവരെ ഞങ്ങൾ ലൈറ്റ് ഇട്ടിട്ടില്ല, ഇനിയാണ് ലൈറ്റ് ഇടാൻ പോകുന്നത്. അപ്പോൾ ലൈറ്റ് ഇട്ടതാ നല്ല തെളിഞ്ഞ വെളിച്ചത്തിലെല്ലാം നല്ലതായിട്ട് നിന്ന് കത്തി തിരിഞ്ഞ് നിൽക്കുകയാണ്. നമ്മുടെ മഹാലക്ഷ്മിയാണ് മേളിൽ. അത് കഴിഞ്ഞ് നമ്മുടെ ചെറിയൊരു ഞങ്ങളുടെ പൂജാ സ്റ്റാൻഡാണത്. അതിന് താഴെയാണ് കണി ഒരുക്കിയിരിക്കുന്നത്. എല്ലാം ഉണ്ട്. വാൽക്കണ്ണാടി, ചക്ക, മാങ്ങ, തേങ്ങ, നവധാന്യങ്ങൾ, ഗുരുവായൂരപ്പൻ, വെള്ളം, ഗ്രന്ഥം എല്ലാം ഉണ്ട്. ഇല്ലാത്തതൊന്നുമില്ല, എല്ലാം വെച്ചിട്ടാണ് ഞങ്ങൾ കണി ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിന് എല്ലാവരും കുളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ ഇതൊക്കെ കൈനീട്ടം എല്ലാം കൊടുത്തിട്ട് ഞങ്ങൾക്ക് ക്ഷേത്ര ദർശനത്തിലേക്ക് പോവുകയാണ് എല്ലാവരും. അപ്പോഴാണ് മിവാൻ എൻ്റെ ഒരു വ്ളോഗ് എടുക്കണം എന്ന് പറഞ്ഞത്. ഇതിൻ്റെ ക്യാമറാമാൻ മിവാനാണ് കണ്ടു. അപ്പോൾ അവൻ എൻ്റെ ഊഞ്ഞാലിൻ്റെ ഉള്ളിൽ കൂടിയാണ് എന്നെ ഫ്രെയിം ചെയ്തിരിക്കുന്നത്. എന്തോ ആയിക്കോട്ടെ, അവൻ ചെയ്യണതല്ലേ എന്ന് വിചാരിച്ചിട്ട് അതിന് വേണ്ടി നിന്ന് കൊടുത്തു. അപ്പോൾ അവനോട് ഞാൻ പറയുകയാണ് എന്നെ അങ്ങനെ എടുക്കുക ഇങ്ങനെ എടുക്കുക എന്നൊക്കെ പറഞ്ഞാലും അവൻ അവൻ്റെ ഇഷ്ടത്തിന് എടുക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ അമ്മമ്മയുടെ ഈ വിഷുവിൻ്റെ വ്ളോഗ് എടുത്തിരിക്കണത് നമ്മുടെ 5 വയസ്സുള്ള എൻ്റെ കൊച്ചുമോൻ മിവാനാണ്. അപ്പോൾ ഞാനങ്ങനെ തൊഴുത് ഭഗവാനെ പ്രാർത്ഥിച്ച് ഇങ്ങനെ ചെയ്യും. കൈ കൂപ്പിയിട്ട് പറയും. ഇങ്ങോട്ട് നീങ്ങി, കുറച്ചുകൂടി ഇങ്ങോട്ട് നീങ്ങിക്ക്. നിൽക്കുക, ഒരു ഫോട്ടോ കൂടി എടുക്കട്ടെ. ആദ്യം തൊഴുതേ കാലേ തൊട്ട് തൊഴു.
തൊഴുവേ നീ വരൂ അവിടെ വെച്ചോളൂ. നീ അവിടുന്ന് മാറി നിൽക്കും, ഫോട്ടോ വരില്ല. അല്ലെങ്കിൽ നീ അവിടുന്ന് മാറി നിൽക്കും. അച്ഛൻ്റെ ഫോട്ടോ വരില്ല. പോക്കറ്റിൽ വെച്ചു. എനിക്ക് തരും. എനിക്ക് തരും. അത് അച്ഛന് കിട്ടിയ കോയിനാണ്. മറ്റേത് ഇത് എനിക്ക് കിട്ടിയ അമ്മയുടെ അടുത്ത് മാറി. ഞാൻ തരുമ്പോ തന്നെ ചെയ്താൽ മതി. ഹാപ്പി വിഷു. ിലേക്ക് പോകാനായിട്ട് ഞങ്ങൾ പുറപ്പെട്ടു. കാറിലിരുന്ന് ഞങ്ങളുടെ കുസൃതിത്തരങ്ങളൊക്കെ കാണിച്ച് ആസ് യൂഷ്വൽ ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല 5:30 മണിയായിട്ടേ ആയിട്ടുള്ളൂ. വെളുത്തിട്ടില്ല, സൂര്യനൊന്നും ഉദിച്ചിട്ടില്ല, ഇരുട്ടാണ്. വേണ്ട. ഇപ്പോൾ ഇന്നലെ തമിഴ് ന്യൂ ഇയർ ആയിരുന്നു. അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ ഇപ്പോഴും കാണാം നമ്മുടെ തെരുവുകളിൽ. മാലയുമൊക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്യും. ഞങ്ങളിത് അങ്ങനെ കേക്കനഗർ അയ്യപ്പ ടെമ്പിളിലെത്തി. അവിടെ റെനോവേഷൻ നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ തൊഴുവലിനൊരു തൃപ്തി വന്നില്ല. എല്ലായിടത്തും മണ്ണും പൊടിയും ഭഗവാനെയും അയ്യപ്പനെയും കൃഷ്ണനെയൊക്കെ ഷിഫ്റ്റ് ചെയ്ത് ഓരോ സ്ഥലത്തൊക്കെ ആക്കി ദേവിയൊക്കെ ഷിഫ്റ്റ് ചെയ്ത് അതുകൊണ്ടൊരു തെളിച്ചം, ഒരു ഹാപ്പിനെസ് വന്നില്ല. അത് ഞങ്ങളുടെ മുഖങ്ങളിലും കാണാൻ പറ്റും. കുറേ നേരം വെയിറ്റ് ചെയ്തു, നട അടച്ചിരിക്കുകയായിരുന്നു. പക്ഷേ തുറന്ന് കാണാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ടുള്ള ആ ഒരു വിഷമത്തോടു കൂടിയാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. സൂര്യയും വിമേഷും തിരിച്ചു വരുന്നു. അവരും ഹാപ്പിയല്ല, കാരണം തൊഴുവാൻ നല്ല ശരിക്കൊന്നും തൊഴുവാൻ പറ്റില്ല. അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് സദ്യ ഉണ്ടാക്കി. അപ്പോഴേക്കും മിവുവിൻ്റെ ദാദിയും വന്നിരുന്നു. അതായത് വിമേഷിൻ്റെ പാരൻസ് ആയിരുന്നു ഇപ്രാവശ്യം ഞങ്ങൾക്ക് ഗസ്റ്റായിട്ടുണ്ടായിരുന്നു. ദൈവമേ, നല്ല ഉപ്പുണ്ട്.